കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കല്യാണിയെ കിരൺ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കാണ്. അപ്പൊ കല്യാണിക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കിരൺ വിളിച്ചു കഴിഞ്ഞപ്പോ. എന്തായാലും 2-3 ദിവസത്തെ കാര്യം കൂടെ അല്ലേ ഉള്ളൂ. അത് മാത്രല്ല, കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ട് തിരികെ ചെല്ലണമെന്നാണ് കിരണേട്ടൻ പറഞ്ഞിരിക്കുന്നത്. തന്നെ കൊണ്ട് സാധിക്കോ എന്നൊരു ചിന്തയൊക്കെ കല്യാണിന്റെ മനസ്സിലുണ്ട്. എന്താണെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ താൻ പരിശ്രമിക്കും. അങ്ങനെയൊക്കെ ഒരു ചിന്ത കല്യാണിന്റെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ കല്യാണി കിടന്നുറങ്ങുവാണ്. ഈ സമയത്ത് ശാരിയാണെങ്കിൽ നെഞ്ചിലൊരു തീവായിട്ടായിരിക്കുന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെ ഈ താരേനെ തനിക്ക് ഇവിടുന്ന് മാറ്റാൻ കഴിയും? തന്നെ കൊണ്ട് തന്നെ സാധിക്കത്തില്ല. അവളവിടെ മരിച്ചു കിടക്കുവാണ്. അവളെ എടുത്തു പൊക്കാനായിട്ട് തനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. എടുത്തു പൊക്കിയാൽ മാത്രം പോരാ, കാറ് കയറ്റുകയും ചെയ്യണം. പക്ഷെ അതൊന്നും തന്നോട് തന്നെ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പറയാനും പറ്റില്ലോ. അങ്ങനെ മനവുരുകിയിരിക്കുക. ഉറക്കവും വരുന്നില്ല. എങ്ങനെ കിടന്നുറങ്ങും? അപ്പുറത്തെ മുറിയിൽ അവൾ കിടക്കുമല്ലേ. ഇനിയിപ്പോ എല്ലാരും ഉറങ്ങുന്നോടം വരെ കാത്തിരിക്കാം. എല്ലാരും ഉറങ്ങി കഴിഞ്ഞു കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആ ഒരു ചിന്തയോട് കൂടി ശാരി ഇങ്ങനെ കാത്തിരിക്കുക, എല്ലാരും ഉറങ്ങാൻ വേണ്ടി. ഈ സമയത്ത് മനോഹർ ഇതുപോലെ തന്നെയായിരുന്നു. സരിയു ഒന്ന് ഉറങ്ങണം, സരിയു ഒന്ന് ഉറങ്ങിയിട്ട് വേണം ഇനിയിപ്പൊ നിഷേനെ വിളിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ആകെപ്പാടെ പ്രശ്നം. നിഷേനെ വിളിച്ചില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിച്ചാലോ, അത് അതിനേക്കാളും വലിയ വള്ളിയാവും. അങ്ങനെയൊക്കെ ഓർത്തിട്ട് മനോഹറിന് ഉറക്കം വന്നില്ല. മനോഹർ ഇങ്ങനെ ഇരിക്കുക. കുറെ സമയം കഴിഞ്ഞ് ഇപ്പം സരിയു പതുക്കെ അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മനോഹർ ഫോണൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് ഇറങ്ങി വരുവാണ്. നിഷേനെ ഒന്ന് വിളിച്ചിട്ട് വരാം, അപ്പൊ എല്ലാരും ഉറങ്ങി കാണുമായിരിക്കും. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മനോഹർ ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് ശാരി എന്ത് ചെയ്യുക, രണ്ടും കൽപ്പിച്ച് മുറിയിലേക്ക് എന്നിട്ട് താരനെ പതുക്കെ അവിടുന്ന് വലിച്ചു പൊക്കുവാണ്. വലിച്ചു പൊക്കാൻ എടുത്തോണ്ട് വരാൻ പറ്റില്ല. അപ്പൊ കാലെ പിടിച്ചിങ്ങനെ വലിച്ചോണ്ടാ വരുന്നേ. അങ്ങനെ വലിച്ചിട്ടാണേലും കുഴപ്പമില്ല, ഇവളെങ്ങനെയും കാറ് കയറ്റണം, എവിടെയെങ്കിലും കൊണ്ട കളയണം. അങ്ങനെ ഒരു വിചാരത്തോട് കൂടിയിട്ട് പതുക്കെ പോയി കാലെ വിളിച്ച് ഹാളിലേക്ക് കൊണ്ടുവരിക. ലൈറ്റ് പോലും ഇട്ടില്ല. ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് കണ്ടാലോ, അതോർത്തോണ്ട് ലൈറ്റ് പോലും ഇടാതെ അങ്ങോട്ട് വരുന്നേ. അങ്ങനെ ഹാളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് മനോഹർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ. മനോഹർ ഇതൊന്നും അറിയത്തില്ലാതെ ഇറങ്ങി വരുന്നേ. പെട്ടെന്ന് മനോഹർ വന്നപ്പോഴത്തേനും ശാരി ഇവിടെ നിൽക്കുന്നത്. എന്താമ്മേ, അമ്മ എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിക്കണം. പെട്ടെന്നാണ് ആ മനോഹർ ആ കാഴ്ച കാണുന്നത്. താഴെ ഒരു സ്ത്രീ കിടക്കുന്നു. ഇതാരാമേ എന്നും പറഞ്ഞ് മനോഹർ ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോ ഇത് താരാന്റെ ആണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നേ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. ശാരിക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. അമ്മ എന്ത് പറ്റിയതാ, ഇതെന്താ ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ. അല്ല മോനെ, അത് പിന്നെ ഞാന്, അമ്മ കാര്യം എന്താന്ന് പറ, ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ഇവർക്ക് ജീവനുണ്ടോ എന്ന് ചോദിക്കുക. കേട്ടോ ശാരി പറഞ്ഞു, എനിക്കറിയില്ല മോനെ. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. രാവിലെ താര അങ്ങോട്ട് വന്നതും പിന്നീട് അതിനുശേഷം തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായത്. സരുവിനെ കാണാനെന്നും പറഞ്ഞാൽ വന്ന് പിന്നെ സരുവിന് ഡ്രസ്സൊക്കെ ആയിട്ട് കയറി പോകാൻ തുടങ്ങിയപ്പം അവളെ താൻ പിടിച്ചും കൂടെ മാറ്റിയതാ. പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ അവള് പോയി തലയടിച്ച് വീണ് അപ്പൊ ബോധം പോയതാന്ന് പറയാണ്. ഇത് കേട്ടത് മനോഹർ, ഇനിയിപ്പോ എന്ത് ചെയ്യുമ്മേ, എനിക്കറിയില്ല മോനെ, അവള് മരിച്ചെന്നാ തോന്നേ. പെട്ടെന്ന് മനോഹർ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. മനോഹർ പോയി മൂക്കിനോട് വെച്ച് നോക്കുവാണ്. ശ്വാസമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? അമ്മ പെട്ടല്ലോ അമ്മ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക. എനിക്കറിയില്ല മോനെ, ഞാനിത് ആരോടെങ്കിലും എങ്ങനെ പറയുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ആ സമയത്താ മോൻ വന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ മോനായിട്ട്, എനിക്ക് എന്തെങ്കിലും വഴി പറഞ്ഞാട്ട്. ഇനിയിപ്പോ ഇവിടെ എങ്ങോട്ടേലും ഒന്ന് മാറ്റണം, എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറ്റണം എന്ന് പറയാം, അല്ല അപകടമാ. ഇന്ന് തന്നെ കിരൺ വന്ന് താരനെ കുറിച്ച് അന്വേഷിച്ചു. ഒരു വിധത്തിലാ അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. പക്ഷെ മനോഹർ ചോദിച്ചു, അല്ല എന്തിനാ താരാന്റെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. എനിക്കറിയില്ല, സരുവിനെ കാണാനെന്നും പറഞ്ഞാ വന്നേ. പക്ഷേ മനോഹറിനറിയാം സത്യം എന്താന്ന്. കാരണം താരയുടെ മോളാണ് സരിയു എന്നുള്ള സത്യം. പക്ഷെങ്കിൽ ശാരിക്ക് അറിയത്തില്ല അത് മനോഹറിന് അറിയാന്നുള്ള കാര്യം. എന്താണെങ്കിൽ ഇവരിങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അതെനിക്കൊന്നേ ആ കിരണും കല്യാണിയും കൂടെ പറഞ്ഞു വിട്ടതായിരിക്കും മോനെ. എനിക്കറിയില്ല, പക്ഷേങ്കിൽ എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അതിനിപ്പുറം തന്നെ ഇവള് ബോധം കെട്ടു പോയെന്ന് പറയാം. അതെ, ഇനിയിപ്പം അമ്മ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഇവളെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടേ കളയാൻ പറയാണ്. അമ്മ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. ഇതിപ്പോൾ എന്നെ കൊണ്ട് തട്ടേ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്നെ കൂടെ തന്നെ എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല. ഒരു 3-4 പേരെങ്കിലും വേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയാം. പിന്നീട് മനോഹർ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ശാരി പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് ഇവളെ ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇവിടുന്ന്. അങ്ങനെ മനോഹർ ഫോൺ വിളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം രൂപയെ ചന്ദ്രസേനും വല്ലാത്ത ടെൻഷനായിരുന്നു. ചന്ദ്രസേനൻ പറഞ്ഞു, എന്നാലും താര എങ്ങോട്ടാ പോയത്, ഒരു വിവരവും ഇല്ലല്ലോ. ഇന്നൊരു ദിവസം രാത്രിയും കൂടെ നോക്കാം, നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാണ്. ഈ സമയത്ത് കിരൺ അങ്ങോട്ട് വന്നേ. കിരണോട് ചോദിച്ചു, അല്ല മോനെ, കല്യാണി വിളിക്കോ മറ്റോ ചെയ്തായിരുന്നു ചോദിക്കും. കല്യാണി വിളിച്ചായിരുന്നു വെച്ചാന്ന് പറയണ. എന്ത് പറ്റി, നിങ്ങൾ രണ്ടും എന്താ ഇതുവരായിട്ടും ഉറങ്ങാത്തേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞങ്ങള് താരേനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാൻ.
താരാൻ്റെ ഇതുവരെയായിട്ടും വിളിച്ചില്ലെന്ന് ചോദിക്കും. ഇല്ല മോനെ, ഇതുവരെയായിട്ടും വിളിച്ചില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു അപകടം പറ്റിയെന്ന്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ വിളിക്കാതിരിക്കുന്നല്ല. സരുവിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ പൂർണ്ണ വിശ്വാസം അവൾ അവിടെ ചെന്നിട്ടുണ്ടായിരിക്കും. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത് എന്ന് ചന്ദ്രസേനൻ പറയാം. ഇത് കേട്ടൻ രൂപ പറഞ്ഞു, ഏയ് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവോ? പറയാൻ പറ്റില്ല. ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ, അവൻ അതല്ല അതിലപ്പുറം ചെയ്യുന്നവനാന്ന് പറയാം. പെട്ടെന്ന് കിരൺ പറഞ്ഞു, ഞാന് കല്യാണിയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. താരാന്റിയെ കണ്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവൾക്ക് ഭയങ്കര ടെൻഷനാവും. അത് നാളെ നടക്കുന്ന അവളുടെ കോമ്പറ്റീഷനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയാം. ഇത് കേട്ടതും രൂപ പറഞ്ഞു, ഇപ്പം മോൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എന്താണെങ്കിലും ഇന്നൊരു ദിവസം അവിടെ നോക്കാം. നാളെ രാവിലെയെങ്കിൽ അവളെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാരവിന് ഇതിനെക്കുറിച്ച് ഒരറിവില്ലെന്ന് തോന്നി. പക്ഷേങ്കിൽ ഷാരിയാനിയുടെ മുഖത്ത് എന്തോ ഒരു പതർച്ച എനിക്ക് തോന്നിയെന്ന് പറയാം. എന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു ധൃതി ആ മുഖത്ത് ഞാൻ കണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ രൂപ പറഞ്ഞു, ഇനിയിപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടായിരിക്കോ? താരനെ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കോ? ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. പക്ഷേങ്കിൽ അവർക്ക് എന്തോ അറിവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെയാണോ? ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ല. അവൾക്കൊരു പോറലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അവൾ അവളുടെ മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചേ. ഭർത്താവായ രാഹുല് ആ വഞ്ചന കാട്ടിക്കഴിഞ്ഞപ്പോ സ്വന്തം ആളെ എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടും ഇത്രയും കാലം ജീവിച്ച തന്നെ മോളെ കാണാലോ, അകൽ നിന്നെങ്കിലും കാണാന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി മാത്രം. പണ്ടേ കേസ് കൊടുക്കുമായിരുന്നെങ്കിൽ സരിവ് സത്യങ്ങളൊക്കെ അറിഞ്ഞേനെ. പക്ഷെ അവൾ അതിന് മുതിർന്നില്ല. തന്റെ മോൾക്ക് പിന്നീട് ഒരു സങ്കടം ഉണ്ടാവില്ലെന്ന് കരുതി മാത്രം അവളങ്ങനെയും ചെയ്യായിരുന്നേ. പക്ഷെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പോറൽ പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല രൂപയെന്ന് പറയാണ്. ഇത് കേട്ടൻ രൂപ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടുമെന്ന് ഓർത്താണോ ചന്ദ്രേട്ടൻ ഇരിക്കുന്നത്? ചന്ദ്രേട്ടൻ പേടിക്കണ്ട. എന്തിനു വേദനും കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. ഈ സമയം പുറത്തേക്ക് ഫോൺ വിളിക്കാൻ പോയ മനോഹർ വിളിക്കുന്ന വിനോദിനെയാണ്, അവന്റെ കൂട്ടുകാരനെ. വിനോദിനെ വിളിച്ചിട്ടുണ്ട്. എടാ വിനോദെ, ഒരു കോൾ എത്തിട്ടുണ്ടെന്ന് പറയണം. കോളോ? എന്ത് കോള്? കുറച്ച് പൈസ തടയുന്ന കാര്യോ? പൈസ അടയുന്ന കാര്യോ? അതെ, എന്റെ അമ്മായിമ്മ ഒരു പണി കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിനോദ് പറഞ്ഞു, എടാ നമ്മൾ പെടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കുറച്ച് പൈസ തടയും. അതുകൊണ്ടാ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാണ്. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ആ സ്ത്രീ ഇവിടുന്ന് ഇങ്ങോട്ടേലത് മാറ്റണം. എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പറയാം. എടാ പോലീസ് അങ്ങനെ പിടിച്ചാൽ പ്രശ്നമാവൂലേ? എടാ പോലീസുകാരുടെ കണ്ണിൽ പോയി പെടാതിരുന്നാ പോരെ? ഈ കാര്യം പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് പൈസ തട്ടിയെടുത്തോണ്ടിരിക്കുക. അത് മാത്രമല്ല എനിക്കൊരു പിടിവള്ളി ആയിരിക്കും ഇതെന്ന് പറയാണ്. ഇത് കേട്ടൻ വിനോദ് പറഞ്ഞു, ശരി ശരി ഞാൻ വരാം, നീ ഫോൺ കട്ട് ചെയ്തോളാം പറയാണ്. അങ്ങനെ മനോഹർ ഫോൺ വിളിച്ചിട്ട് അകത്തേക്ക് കയറിയുമ്പോൾ ഷാരി കരഞ്ഞോണ്ടിരിക്കുക. അമ്മേ ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, വന്നതിന്റെ ബാക്കി നോക്കാന്നാ. പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ച് പൈസ ചിലവുള്ള 3-4 പേരെങ്കിലും വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. ഒരാൾക്ക് 50,000 രൂപ വെച്ചാണെങ്കിലും ഒരു 1-2 ലക്ഷം രൂപ വേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല മോനെ, ഞാൻ എങ്ങനെയാണല്ലോ ഉണ്ടാക്കി തന്നോളാം. എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇവളിവിടെ ഇരിക്കുന്തോറും എനിക്ക് വല്ലാത്ത ടെൻഷനാ. ഇങ്ങോട്ട് അങ്ങനെ പോലീസ് അങ്ങനെ അന്വേഷിച്ച് വന്ന് അതോടുകൂടി തീരുമെന്ന് പറയാം. അമ്മ വിഷമിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, അവനിപ്പം വരും. പിന്നീട് ബാക്കി ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വന്നോളും. ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, സരയും അങ്ങനെ എന്നെ മുറി കാണാതെ ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളെന്ന് പറയാം. അറിയാലോ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടി വന്നു. എൻ്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് പുറത്തു പോയെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിലുണ്ടല്ലോ അവൾ മിക്കവാറും അവൾക്ക് ടെൻഷനാവും. അവൾ അന്വേഷിച്ചിറങ്ങുമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഒരു കാര്യം ചെയ്യാം മോനെ, എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറയാം. ഈ സമയത്ത് പുറത്തൊരു വണ്ടി വന്നു നിന്നു. അതിനകത്തുനിന്ന് വിനോദം കൂടെ ഇറങ്ങി വരുവാണ്. വിനോദ് വന്നപ്പോഴത്തേനും മനോഹർജി വാടാന്ന് പറഞ്ഞ് വിനോദിനെ കയറ്റിക്കൊണ്ട് വരിക. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ താര അനക്കില്ലാതെ കിടക്കുന്നുണ്ട്. പിടിക്കാൻ പറയാണ്. അങ്ങനെ അവരെല്ലാരും കൂടി ചേർന്ന് കാറിലേക്ക് കൊണ്ട് കിടത്തുക. പിന്നീട് മനോഹറും വിനോദും കൂടി വണ്ടി എടുത്തുകൊണ്ട് പോയി. ഈ സമയം ശാരിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ. എന്റെ ഭഗവാനെ, വഴിക്ക് വെച്ച് പോലീസൊന്നും പിടിക്കില്ല. അവളെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടേ തള്ളുന്നോടം വരെ ഒരാപത്തും വരത്തില്ല. ആകെയുള്ള ഒരു ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ തന്റെ മരുമോന. അവളാണെങ്കിൽ സരുവാണ് പ്രഗ്നന്റാ. ഈ സമയത്തോ താനെങ്ങാനും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സരുവിനെ താങ്ങാൻ പറ്റില്ല. അത് മാത്രമല്ല എല്ലാവരും ഇത് മതി കളിയാക്കി ചിരിക്കാനായിട്ടും. പിന്നെ തന്റെ ആ ജീവിതം എന്തായി തീരും? ഓർക്കുമ്പോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ശാരിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയത്ത് മനോഹറിനോട് വിനോദിച്ചു, അല്ല നിന്റെ പ്ലാൻ എന്താ? എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ആ റെയിൽവേ ട്രാക്കിന് അങ്ങോട്ട് വണ്ടി വിട്ടു. റെയിൽവേ ട്രാക്കിൽ കൊണ്ടേ കിടത്താന്ന് പറയണേ. എടാ അവിടെ കൊണ്ടേ കിടത്തിയ എന്താ, റെയിൽവേ ട്രാക്കിൽ വീണ് മരിച്ചാന്ന് വിചാരിക്കുള്ളൂ, ആത്മഹത്യ ചെയ്താന്ന് വിചാരിക്കുള്ളൂ എന്ന് പറയാ. എടാ എന്നാലും അത് പോലീസ് അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, പിടികൂടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കുക, വരാൻ പറഞ്ഞോണ്ട് അവൻ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ നേരെ റെയിൽവേ ട്രാക്കിന്റെ ഇപ്പുറത്തോണ്ട് വണ്ടി നിർത്തി. പിന്നീട് എന്ത് ചെയ്യുവാണ്, താരനെ രണ്ടുപേരും കൂടെ പിടിച്ചെടുത്ത് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ട് അങ്ങോട്ട് കിടത്തുവാണ്.
ആരും കണ്ടിട്ടില്ലാന്ന് തോന്നേ, ഉള്ള നേരത്തെ നമുക്ക് സ്ഥലം വിടാം അറിയാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ സ്ഥലം വിടുവാണ്. ഈ സമയത്ത് ഒരു അനാഥ പ്രേതം കണക്കെ താരയാ റെയിൽവേ ട്രാക്കിൽ കിടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ നിന്റെ ബാക്കി വിശേഷങ്ങൾ വരുമ്പോ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ള. ഇനിയിപ്പൊ താരയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നോ, താര രക്ഷപ്പെടുമോന്നൊന്നും അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.